അറ്റോമിക് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ മോഡേൺ ഫിസിക്സ് എന്ന ഫസ്റ്റ് യൂണിറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ പറഞ്ഞു? ആറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസാണ് പറഞ്ഞത്. അതിലാദ്യം റുദർഫോർഡ് മോഡലിൻ്റെ ഡ്രോബാക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് വന്ന ബോർ ആറ്റം മോഡലിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബോർ ആറ്റം മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ സ്പെക്ട്രമായിരുന്നു. അപ്പോൾ നമുക്ക് പണ്ട് മുതലേ തന്നെ അറിയാവുന്നൊരു കാര്യം, ഹൈഡ്രജൻ വേപ്പറിൽ നിന്നും വരുന്ന റേസ് ഉണ്ട്, റേഡിയേഷനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയപ്പം ചില പർട്ടിക്കുലർ വേവ്ലെങ്ത്സിനെ കണ്ടു. അപ്പോൾ അത് നമ്മളൊരു എംപിരിക്കൽ റിലേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ലൈൻസാണ് നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കിട്ടുന്നതെന്നുള്ളത് ഒന്ന് നമ്മൾ എംപിരിക്കൽ റിലേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോർ ആറ്റം മോഡൽ വെച്ചിട്ട് ആ എക്സാക്റ്റ് റിലേഷൻസിലേക്ക് എത്താനായിട്ട് പറ്റി. അപ്പോൾ അത് ബോർ ആറ്റം മോഡലിൻ്റെ ഒരു സക്സസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് നോക്കാം. ഹൈഡ്രജൻ സ്പെക്ട്രം, വേവ് ലെങ്ത് ആൻഡ് വേവ് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. വേവ് നമ്പർ എന്ന് പറയുന്നത് 1/λ. ലാംഡയുടെ റെസിപ്രോക്കലിനെയാണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ സ്പെക്ട്രം കാണിക്കുമ്പോൾ വേവ് ലെൻസ് കൊണ്ട് ലൈൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ വേവ് നമ്പർ ആയിരിക്കും പറയുക. ഇത്രയും വേവ് നമ്പറുള്ള ലൈൻസുകൾ പ്രസൻ്റ് ആണ് എന്നായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ബോർ ആറ്റം മോഡൽ പറയുന്നത് nth ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് -12 mc²α² ആണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ആൽഫ എന്ന് പറയുന്നത് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ച് വെച്ചു, 1/137. അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ. ഇനി ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു N2 എന്ന ലെവലിൽ നിന്നും N1 എന്നൊരു ഒരു ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ ഡി എക്സൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ താഴേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ എനർജി കുറയാണ്. സോ ദ എക്സസ് എനർജി ഈസ് എമിറ്റഡ് ആസ് എ ഫോട്ടോൺ അല്ലേ. അഡീഷണൽ എനർജി എന്താണ് ചെയ്യുന്നത്? ഒരു ഫോട്ടോണായിട്ട് എമിറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് ബോർ ആറ്റം മോഡൽ പറഞ്ഞല്ലേ. ഒന്നുകൂടെ ഓർക്കണം, ബോർ ആറ്റം മോഡൽ സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന കൺസെപ്റ്റിനെയാണ് കൊണ്ടുവന്നത്. അതായത് ഒറ്റ ഓർബിറ്റിൽ ആ ഇലക്ട്രോൺ കറങ്ങുന്നിടത്തോളം കാലം അതിന് എന്ത് ചെയ്യുന്നില്ല, എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? എനർജി എമിഷൻ അല്ലെങ്കിൽ അബ്സോർഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എനർജി ലെവൽസിൻ്റെ ഡിഫറൻസിന് ഈക്വലായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ എനർജി ലെവലിൻ്റെ എക്സ്പ്രഷൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. -12 mc²α². ഈ N2 വരുമ്പോഴത്തേക്ക് 1/N2² വരും. ഈ N1 എന്ന് പറയുന്നത് -12 mc²α² 1/N1² എന്ന് വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ N2നും ഈ N1നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നോക്കാം, ഇതിലെന്താ ചെയ്തത്? ഈ മൈനസിനെ അങ്ങ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമല്ലേ. അത് മാത്രമാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്ലസ് ആക്കി. ഓക്കെ. ഇനി അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന എനർജി ഡിഫറൻസ് ആണ്, hν വാല്യൂ ആണിത്. അങ്ങനെയെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോൺ എമിറ്റഡ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഡിവൈഡഡ് ബൈ h ചെയ്താൽ മതി. hനെ താഴേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സിംപ്ലിഫിക്കേഷൻ. hν വാല്യൂ ആണ് ഇത്രയും. അങ്ങനെയെങ്കിൽ hൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത്. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണ്? ലാംഡയിനേക്കാളും അല്ലെങ്കിൽ ഫ്രീക്വൻസിയേക്കാളും നമ്മൾ സ്പെക്ട്രത്തിൽ കുറച്ചും കൂടെ പറയുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് വേവ് നമ്പർ എന്ന ടേമാണ്. അതായത് 1/λ. അപ്പോൾ 1/λയുടെ ടേംസ് ഇതിനെ എങ്ങനെ എഴുതും എന്ന് നോക്കാം. ന്യൂ എന്ന് പറയുന്നത് c/λയാണ്. ഓക്കെ അല്ലേ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത്. അപ്പോൾ ഈ ഫ്രീക്വൻസിയും ഈ വേവ് ലെങ്ത്തും എവിടെയുള്ളതായിരിക്കണം? സ്പേസിലെ റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസി ആയിരിക്കണം. സ്പേസിലെ കണ്ടീഷനാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് സ്പേസിലെ വെലോസിറ്റി എടുത്തിരിക്കുന്നത്. സോ c/ν = c/λ. അങ്ങനെയെങ്കിൽ 1/λ എങ്ങനെ കണ്ടുപിടിക്കും? ന്യൂ ഡിവൈഡഡ് ബൈ c അല്ലേ. ദിസ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ c ചെയ്യുക. അപ്പോൾ ഒരു c കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യും? എങ്ങനെ കിട്ടും? ഓക്കെ, ന്യൂവിൻ്റെ വാല്യൂ ആണ് ഇത്രയും.
ഓക്കെ, അതായത് സി ബൈ ലാംഡ. അപ്പോൾ 1 ബൈ ലാംഡ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ സി ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നൊരു സി പോവും അല്ലേ. അപ്പോൾ എങ്ങനെ കിട്ടും? 1 ബൈ ലാംഡ ഈസ് ഹാഫ് എം സി ആൽഫ സ്ക്വയർ ബൈ എച്ച് ഇൻറ്റു 1 ബൈ n1 സ്ക്വയർ മൈനസ് 1 ബൈ n2 സ്ക്വയർ എന്ന് കിട്ടും. ഈ കംപ്ലീറ്റ് ടേമിനെ നമുക്ക് വിളിക്കാം RH അല്ലെങ്കിൽ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ വിളിക്കും. ഈ ഫോമുല മേ ബി നിങ്ങൾ +2 തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബാൾമർ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഈ ബോർ ആറ്റം മോഡൽ എന്ന് ഇത് സജസ്റ്റ് ചെയ്യുന്നതിന് വളരെ മുമ്പേ തന്നെ നമുക്ക് ഈ ബാൾമർ സീരീസിനെ കുറിച്ചും ലൈമാൻ സീരീസ്, പാഷൻ സീരീസിനെ കുറിച്ചൊക്കെ അറിയാം. അതായത് ഈ സീരീസിന് പേര് കേട്ട് പേടിക്കുകയെന്ന് വേണ്ട, ജസ്റ്റ് ഹൈഡ്രജൻ സ്പെക്ട്രമാണ്. ഹൈഡ്രജൻ വേപ്പറിൽ നിന്ന് വരുന്ന റേഡിയേഷനെ സ്പെക്ട്രമാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ലൈൻസിനെ കുറച്ച് സീരീസ് ആക്കി നമുക്ക് പറയാം. അത് ഓരോ ആളുകളാണ് ഇത് കണ്ടുപിടിച്ചത്, അതിനനുസരിച്ച് കണ്ടുപിടിച്ചവരുടെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിസിബിൾ റീജിയനിൽ കിട്ടുന്ന റേസിനെ കണ്ടുപിടിച്ചത് ബാൾമർ എന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ടാണ് ബാൾമർ സീരീസ് എന്ന് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതേപോലെ അൾട്രാ വയലറ്റ് റീജിയനിലുള്ള ലൈൻസിനെ വിളിക്കും ലൈമാൻ സീരീസ്. അതെ, അപ്പോൾ അത്തരത്തിലാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ലൈൻസിനെ തന്നെ ബോറിന് തിയറിറ്റിക്കലി അതിലേക്ക് എത്താനായിട്ട് പറ്റി. ഈ ട്രാൻസിഷൻസ് ഇപ്പോൾ ഓരോ ലെവൽ ട്രാൻസിഷൻ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് എഴുതി നോക്കിയപ്പം ബോറിന് ആ റിലേഷൻസിലേക്ക്, ആ എംപിരിക്കൽ എന്ന് വെച്ചാൽ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയ റിലേഷനിലേക്ക് ബോറിന് തിയറിറ്റിക്കലി എത്താനായിട്ട് പറ്റി. അതായത് ഈ തിയറി ബോർ തിയറി കറക്റ്റ് ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് പോലെ ആയി മാറി ഈ ഹൈഡ്രജൻ സ്പെക്ട്ര. അപ്പോൾ RH ഇൻറ്റു 1 ബൈ n1 സ്ക്വയർ മൈനസ് 1 ബൈ n2 സ്ക്വയർ. അപ്പോൾ RH എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് എം സി ആൽഫ സ്ക്വയർ ബൈ എച്ച് ഈസ് കോൾഡ് ദ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഫോർ ഹൈഡ്രജൻ ആറ്റം. ഇനി ഇതിലെ കോൺസ്റ്റൻസിൻ്റെയൊക്കെ വാല്യൂ ഇട്ട് കൊടുക്കുക. M എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. C is velocity of light in vacuum. Alpha is fine structure constant, value 1 by 137. H is Planck's constant. Value ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടും 1.09678 into 10⁻⁷ per meter എന്ന റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻസ് കിട്ടും. ഇക്വേഷനല്ല, വാല്യൂ കിട്ടുക. കാരണം ഇതിൻ്റെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതെന്ന് പറയുന്നത് ഇത് രണ്ട് ജസ്റ്റ് നമ്പറാണ്, അതിന് യൂണിറ്റ് ഇല്ല. ലാംഡയുടെ യൂണിറ്റ് ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സെൻറ്റിമീറ്ററിലാണെങ്കിൽ RH-ൻ്റെ യൂണിറ്റ് എന്തായിരിക്കണം? സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. മീറ്ററിലാണെങ്കിൽ ഇത് മീറ്റർ ഇൻവേഴ്സ്. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഏത് ഇതിലാണോ ലാംഡ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടായിരിക്കും RH കിട്ടുക. അപ്പോൾ ലാംഡ മീറ്ററിലാണെങ്കിൽ RH-ൻ്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഇതിപ്പം വാല്യൂ എല്ലാം എന്തിലാണ്? SI യൂണിറ്റിൽ ഇട്ട് കൊടുത്താലാണ് ഈ വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ടാണ് എന്തിട്ടിരിക്കുന്നത്? മീറ്റർ ഇൻവേഴ്സിൽ ഇട്ടിരിക്കുന്നത്. യൂണിറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1 ബൈ ലാംഡേനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂ ബാർ എന്നാണ്. വേവ് നമ്പർ എന്ന് പറയും. RH ഇക്വേഷൻ എന്ത് കിട്ടി? RH ഇൻറ്റു 1 ബൈ n1 സ്ക്വയർ മൈനസ് 1 ബൈ n2 സ്ക്വയർ. അപ്പോൾ ഇത് ഈ ബോർ തിയറി ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെ മുമ്പേ തന്നെ റിഡ്ബർഗ് എംപിരിക്കലി, അതായത് ബൈ എക്സ്പെരിമെൻ്റ് കിട്ടിയ റിലേഷന് സെയിം ആയിട്ട് തന്നെ ബോർ തിയറിയിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് വന്നു. അതായത് രണ്ട് ലെവൽസ് തമ്മിലുള്ള ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ ഇക്വേഷൻ എഴുതി നോക്കിയപ്പം നേരത്തെ കിട്ടിയ സ്പെക്ട്രൽ ലൈൻസിൻ്റെ, നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള സ്പെക്ട്രൽ ലൈൻസിൻ്റെ റിലേഷനിലേക്ക് തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ ഇക്വേഷൻ അങ്ങനെ. ഇനി സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. Hydrogen spectrum consists of a number of series and each series consists of a number of lines. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ തന്നെ ഒരുപാട് ലൈൻസ് ഉണ്ട്. കുറേ ലൈൻസിനെ ചേർത്ത് ഒരു സീരീസ് ആയിട്ട് പറയാം. ഓരോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ എനർജി ലെവൽസിലേക്ക് വരുന്ന ട്രാൻസിഷൻ. അതായത് n=1ലേക്ക് n=2ൽ നിന്നും n=3ൽ നിന്നും n=4ൽ നിന്നും ഒക്കെ ട്രാൻസിഷൻ നടക്കാം അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ എനർജി ലെവൽസിൽ വരുന്ന എല്ലാം അതിലേക്ക് എത്തുന്നതിനെ എല്ലാം എന്ത് ചെയ്യാം? ഒരു സീരീസ് ആയിട്ട് കണക്കാക്കാം. എ സീരീസ് ഈസ് ഡ്യൂ ടു ദ ട്രാൻസിഷൻ ടു എ പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ് ഫ്രം ഹയർ എനർജി സ്റ്റേറ്റ്സ്. അപ്പോൾ അതിന് ഉദാഹരണം ഇവിടെ കാണിച്ചിട്ടുണ്ട്. n=2 ലെവലിലേക്ക് ബാക്കി ലെവൽസിൽ നിന്നെല്ലാം വരുന്ന ഓരോന്നും ഓരോ ഫോട്ടോണാണ് അല്ലേ. ഓരോ എനർജി ഡിഫറൻസ് ആയിരിക്കും അല്ലേ. ഇതിൻ്റെ എനർജി ഡിഫറൻസ് ആയിരിക്കില്ല അടുത്തേ നിന്നിട്ട്, ഇതായിരിക്കില്ല ഇത്.
ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉള്ള ഫോട്ടോണുകളായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ വേവ് നമ്പറിലായിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ പക്ഷേ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ എന്താ ഒരൊറ്റ സീരീസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ എനർജി ലെവലിലേക്ക് വരുന്ന എല്ലാ ട്രാൻസിഷനെയും എന്തായിട്ട് എടുക്കുകയാണ്, ഒരു സീരീസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ സീരീസ് എന്ന് പറഞ്ഞാൽ ലൈമാൻ സീരീസാണ്. ഫസ്റ്റ് ഓർബിറ്റിലേക്കുള്ള ട്രാൻസിഷൻ n=1 ട്രാൻസിഷൻസ്. അപ്പോൾ അത് എവിടെ നിന്നൊക്കെ വരാം, 2-ൽ നിന്ന് വരാം, 3-ൽ നിന്ന് വരാം, 4-ൽ നിന്ന് വരാം, 5-ൽ നിന്ന് വരാം അല്ലേ. അപ്പോൾ ഈ ലൈൻസ് എല്ലാം കിടക്കുക അൾട്രാ വയലറ്റ് റീജിയനിലായിരിക്കും. എനർജി കൂടിയ ലൈൻസാണ്. കാരണം ഏറ്റവും എനർജി കുറഞ്ഞ ലെവലാണ് ഏത്, n=1 അല്ലേ. ആ ലെവലിലേക്ക് ബാക്കി ലെവൽസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അത്രത്തോളം എനർജി ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലേ. അത്രയും എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്തിട്ടാണ് ഈ n=1 വരുന്നത്. അപ്പോൾ ആ എനർജി കൂടിയ എനർജി അല്ലേ, കൂടുതൽ എനർജി അത് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, എനർജി കൂടുതലായിരിക്കും, എനർജി ഡിഫറൻസ് കൂടുതലായിരിക്കും, ഫ്രീക്വൻസി എമിറ്റഡ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് ഏത് റീജിയനിൽ കാണുന്നത്, അൾട്രാ വയലറ്റ് റീജിയനിൽ കാണുന്നത്. സെക്കൻഡ് വൺ ഈസ് ബോൾമർ സീരീസ്. ബോൾമർ സീരീസ് ഈസ് ട്രാൻസിഷൻ ടു സെക്കൻഡ് ഓർബിറ്റ്. അത് ഈ ലൈൻസ് കാണുന്ന വിസിബിൾ റീജിയനിലാണ്. n1=2 ആണ്, n2 3 4 5 6 ഏത് വേണമെങ്കിലും ആകാം. ഇതിൽ തന്നെ ഈ ബാൾമർ സീരീസിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 4 ലൈൻസാണുള്ളത്. തേർഡ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക് വരുന്ന ട്രാൻസിഷൻ കൊണ്ട് കിട്ടുന്ന റേ H-ആൽഫ. ഫോർത്ത് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക് ഉള്ള ട്രാൻസിഷൻ കൊണ്ട് കിട്ടുന്ന റേ H-ബീറ്റ. ഫിഫ്ത്ത് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് വരുന്നത് H-ഗാമ. സിക്സ്ത്തിൽ നിന്നും സെക്കൻഡിലേക്ക് വരുന്നത് H-ഡെൽറ്റ. ഇത്തരത്തിൽ നമുക്ക് 4 പ്രധാനപ്പെട്ട ലൈൻസാണ് ബാൾമർ സീരീസിൽ കിട്ടുക. ഇനി മൂന്നാമത്തെ സീരീസാണ് പാഷൻ സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഏതിലേക്കായിരിക്കും, മൂന്നാമത്തെ ഓർബിറ്റിലേക്കായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ഓർബിറ്റിലേക്ക് എവിടെ നിന്നൊക്കെ വരാം, 4-ൽ നിന്ന് വരാം, 5-ൽ നിന്ന് വരാം, 6-ൽ നിന്ന് വരാം, 7-ൽ നിന്ന് വരാം അല്ലേ. അപ്പോൾ ട്രാൻസിഷൻ ടു തേർഡ് ഓർബിറ്റ്. അപ്പോൾ കുറച്ച് ഹയർ ലെവലാണ് ഈ 3 എന്നൊക്കെ പറയുന്ന ലെവൽ എന്ന് വെച്ചാൽ കുറച്ച് ഹയറാണ്. അപ്പോൾ മറ്റൊരു ലെവലിൽ നിന്ന് 3-ലേക്ക് വരുമ്പം വളരെ വലിയൊരു എനർജി ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം എമിറ്റഡ് റേയുടെ എനർജിയും അത്ര വലുതായിരിക്കില്ല. അതുകൊണ്ട് ഫ്രീക്വൻസി കുറവായിരിക്കും. ഈ ലൈൻസിനെ എവിടെ നമ്മൾ കാണും, അല്ലെങ്കിൽ ഈ സ്പെക്ട്രൽ ലൈൻസിനെ നമ്മൾ കാണുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലായിരിക്കും അല്ലേ. ഇൻഫ്രാറെഡ് റീജിയൻ എന്ന് പറയുന്നത് നിങ്ങൾ മറ്റേ സ്പെക്ട്രം അറിയാമെങ്കിൽ ഇങ്ങനെ വരും, UV, വിസിബിൾ, IR അല്ലേ. ഇത് ലാംഡ കൂടുന്നു അല്ലേ, ഇങ്ങോട്ട് പോകുമ്പോൾ ലാംഡ കൂടുന്നു, അല്ലെങ്കിൽ ഫ്രീക്വൻസി ലാംഡ ഇൻക്രീസിങ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഡിക്രീസിങ് ആണ്, എനർജി ഈസ് ഡിക്രീസിങ്. UVയിൽ നിന്ന് IRലേക്ക് പോകുമ്പം എനർജി ഈസ് ഡിക്രീസിങ്, ഫ്രീക്വൻസി ഈസ് ഡിക്രീസിങ്. അപ്പോൾ മൂന്നാമത്തത് പാഷൻ, നാലാമത്തത് ബ്രാക്കറ്റ്, ഫോർത്ത് ഓർബിറ്റിലേക്കുള്ള ട്രാൻസിഷനാണ്. n1=4, n2=4 5 6 7 എക്സെട്ര. ഇത് കാണുന്നതും ഇൻഫ്രാറെഡ് റീജിയനിലാണ്, എനർജി കുറവായിരിക്കും. ഫണ്ട് സീരീസ് ഫിഫ്ത്ത് ഓർബിറ്റിലേക്കുള്ള ട്രാൻസിഷനാണ്, ഇൻഫ്രാറെഡ് റീജിയനിലാണ് കാണുന്നത്. n1=5, n2=6 7 8 എക്സെട്ര. ഇനി എനർജി ലെവൽ ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഏറ്റവും അത് ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എനർജിയാണ് ഈ പറയുന്നത് അത്രയേ. അപ്പോൾ അത് തന്നെയാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോണിൻ്റെ എനർജി തന്നെയാണ് ആറ്റത്തിൻ്റെയും എനർജി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ വെച്ചിട്ടാണ് നമ്മൾ എനർജി കണ്ടുപിടിച്ചത്, നിങ്ങൾ ഓർക്കണം. ഇലക്ട്രോണിൻ്റെ എനർജി ആയിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ഓർബിറ്റ് ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് En=-13.6/n² ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. n=1 ആകുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ എനർജി കിട്ടുക. അതെത്രയാണ്, -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇതിനെ വിളിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇനി അതിൽ നിന്നും ഹയർ ആയിട്ട് n=2 വന്ന് n=3 n=4 എല്ലാം തന്നെ ഇതിനേക്കാളും ഹയർ എനർജീസ് ആയിരിക്കും തരുന്ന, അതിനെ വിളിക്കും എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. n∞ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -13.6/n² എന്നാണ് അല്ലേ. അപ്പോൾ വെൻ n is infinity, ഇക്വേഷൻ എന്ന് പറയുന്നത് സം കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി, എന്താ വാല്യൂ 0. സോ എനർജി വിൽ ബി 0. അതായത് ഒരുപാട് വലിയ n വാല്യൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വളരെ വലുതാണ്, ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എനർജി 0 ആകുന്നു. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എനർജി നെഗറ്റീവ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഈസ് ബൗണ്ട് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ.
എനർജി ഈസ് നെഗറ്റീവ് ഫോർ ബൗണ്ട് പാർട്ടിക്കിൾസ്. ഇവിടെ ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നെഗറ്റീവ് എനർജി വന്നത്. എനർജി സീറോ ആയിക്കഴിഞ്ഞാൽ എന്താ മീനിങ്? പിന്നെ അവിടെ ബൈൻഡിങ് ഇല്ല. എന്താ? ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് മാറി. അപ്പോൾ ഇലക്ട്രോൺ ഫ്രീ ആവുന്നത് എപ്പോഴാണ്? ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, എനർജി സീറോ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർബിറ്റിൽ നിന്നും ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ ഈ സീറോ ആക്കണം അല്ലേ? ഇലക്ട്രോണിനെ ഫ്രീ ആക്കണം എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയിലേക്ക് പോകണം. n=1 നിന്നും n=ഇൻഫിനിറ്റിയിലേക്ക് ഇലക്ട്രോണിനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടുന്ന എനർജി എത്രയായിരിക്കും? +13.6 ഇലക്ട്രോൺ വോൾട്ട്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ നമുക്ക് വേണ്ടുന്ന എനർജി എത്രയാണ്? 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇതിനെ പറയുന്ന പേരാണ് അയോണൈസേഷൻ എനർജി അല്ലേ? അപ്പോൾ അയണൈസേഷൻ എനർജി നിങ്ങൾ പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിനെ അയണൈസ് ചെയ്യാൻ, അയണൈസ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? ഇപ്പം ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് ആക്കാം, അയോൺ ആക്കാനാണ്. പോസിറ്റീവ് അയോൺ ആക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺ ആക്കാം. ഇവിടെ ഹൈഡ്രജന് ഒരു ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ ആ ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ആയിക്കാണ്. അപ്പോൾ ഹൈഡ്രജൻ H+ ആക്കാൻ വേണ്ടിയിട്ട് എത്ര എനർജി പ്രൊവൈഡ് ചെയ്യണം? +13.6 ഇലക്ട്രോൺ വോൾട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഹൈഡ്രജന് കൊടുത്താൽ ഇലക്ട്രോണിനെ എന്താക്കാൻ പറ്റും? ഫ്രീ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നും കിട്ടുന്ന സ്പെക്ട്രം സ്റ്റഡി ചെയ്തപ്പോൾ ഒരുപാട് ലൈൻസ് ഉണ്ടെന്നല്ലേ, ഒരുപാട് ട്രാൻസിഷൻ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ഹൈഡ്രജനകത്ത് ഒരൊറ്റ ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും പല ലൈൻസ് തരിക? ഇപ്പോൾ തന്നെ നമ്മളൊരു ഹൈഡ്രജൻ ലാമ്പ് ആണ് എടുക്കുന്നതെന്ന് വെച്ചോ. ഹൈഡ്രജൻ ലാമ്പിനകത്ത് ഒരൊറ്റ ആറ്റം അല്ല ഉള്ളത്, ഒരുപാട് ആറ്റംസ് കാണും. ഈ ഒരുപാട് ആറ്റത്തിലെ ഒരു ആറ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതിലെ ഇലക്ട്രോണിന് തന്നെ ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തു. അതിപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് നോർമലായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. അതിന് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒരു എനർജി കൊടുത്തു, ഒന്നുകിൽ ഒരു ഇലക്ട്രിക്കൽ എനർജിയോ അല്ലെങ്കിൽ ഹീറ്റ് എനർജിയോ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന, അതായത് n=1 ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോണ് എക്സൈറ്റ് ചെയ്ത് ഹയർ ഓർബിറ്റിലേക്ക് പോകും. അവിടെ നിന്നും അപ്പോൾ ഹയർ ഓർബിറ്റിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ആറ്റം എങ്ങനെയായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. ഒരു 10⁻⁸ സെക്കൻഡിലൊക്കെ മാത്രമേ ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് എനർജി കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. എങ്ങനെ എനർജി കുറയ്ക്കും? അത് താഴത്തെ ലെവലിലേക്ക് ഫോൾ ചെയ്യും. ലോവർ എനർജി ലെവൽസിലേക്ക് ഈ എക്സൈറ്റഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഫോൾ ബാക്ക് ചെയ്യും ബൈ റിലീസിങ് എനർജി. അപ്പോൾ ഈ എനർജിയാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്? അതിൽ നിന്നും വരുന്ന റേഡിയേഷനായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും എനർജി വരാൻ പറ്റില്ല. ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലേക്കാണോ ജമ്പ് ചെയ്തത് അതിൻ്റെ ആ രണ്ട് ലെവലിൻ്റെയും എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എനർജി മാത്രമേ അതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? എമിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? ആ കാര്യങ്ങളും കൂടെ ഓർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പെക്ട്രത്തിൽ ഒരൊറ്റ ലൈനല്ല ഒരുപാട് ലൈൻസ് കാണുന്നത്. കാരണം ഈ ഇലക്ട്രോണിന് ഏത് എനർജി ലെവലിൽ വേണമെങ്കിലും പോയിരിക്കാം. ആ എനർജി ലെവലിൽ നിന്നും ഏത് താഴത്തെ എനർജി ലെവലിലേക്ക് വേണമെങ്കിലും അതിനെന്ത് ചെയ്യാൻ പറ്റും? ജമ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ലൈൻസ് നമുക്ക് കിട്ടുന്നത്. ഒരൊറ്റ ലൈനല്ല, ഒരൊറ്റ വേവ് ലെങ്ത് അല്ല, പല വേവ് ലെങ്തുകളും കിട്ടാൻ കാരണം പല ലെവൽസ് ഉണ്ട്. ഏതെങ്കിലും ലെവലിൽ നിന്ന് ഏതെങ്കിലും ലെവലിലേക്ക് അതിന് ചാടാൻ പറ്റും. അതും ഒരാറ്റം മാത്രമല്ല കാണുക. നിങ്ങൾ തന്നെ പഠിച്ചു അവഗാഡ്രോ നമ്പർ എന്നൊക്കെ പഠിച്ചു. 10⁻23 ആറ്റംസ് തന്നെ വളരെ കുറച്ച് സ്പേസിൽ ഒരു മോളിനകത്ത് അത്രയും ആറ്റംസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ അറ്റത്തിലെ ഇലക്ട്രോണുകളും അതിൻ്റേതായ രീതിയിലുള്ള ട്രാൻസിഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് ഒരു ഹൈഡ്രജൻ ലാമ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ട്രാൻസിഷൻസ് നടക്കുകയും ഒരുപാട് സ്പെക്ട്രൽ ലൈൻസ് കാണാനായിട്ട് പറ്റുകയും ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം contains only one electron. This electron can be in a number of energy states. Normally, electron occupies first orbit, that is ground state. When energy is applied, this electron jumps to higher orbits, that is excited state. In excited state, atom is not stable. It can stay there only 10⁻⁸ second. Very small, very short lifetime for excited state. Then electron falls back to the
the lower states, releasing energy as photon. Okay, this is the case of hydrogen lamp, where there is a large number of hydrogen atoms. Many transitions can take place and we will get many lines in hydrogen spectrum. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കാര്യമാണ് അല്ലേ. ഇത്രയും നേരവും നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഹൈഡ്രജനെ കുറിച്ച് പഠിക്കാൻ കാര്യം. ഹൈഡ്രജനാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള എലമെൻ്റ് അല്ലേ. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ. മോസ്റ്റ് സിമ്പിൾ അല്ലേ. അങ്ങനെയുള്ള ലൈറ്റർ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഹൈഡ്രജൻ. അപ്പോൾ ബോർ ആറ്റം മോഡൽ ഹെവിയർ എലമെൻസിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ചെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിനെയാണ്. അതായത് ഹൈഡ്രജൻ ലൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് 1 ഇലക്ട്രോൺ മാത്രമുള്ളത്. അപ്പോൾ നിങ്ങൾ നോർമലായിട്ട് ഒരു ആറ്റം നോക്കിക്കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ മാത്രം ഉള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ ആറ്റത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. പക്ഷെ 1 ഇലക്ട്രോൺ വരാം എപ്പോൾ? ഇപ്പോൾ തന്നെ ഹീലിയത്തിനകത്ത് 2 ഇലക്ട്രോണുകളുണ്ട്. ഓക്കെ, ഈ 2 ഇലക്ട്രോണിന് 1 ഇലക്ട്രോണിനെ കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്താ? He+. പിന്നെ ബാക്കി എത്രയുണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഇതെന്തുപോലെയായി? ഹൈഡ്രജൻ ആറ്റത്തെ പോലെയായി. അതേപോലെ തന്നെ ലിഥിയം 3 ഇലക്ട്രോണുകളാണുള്ളത്. 2 എണ്ണത്തിനെ കൊടുത്തു, Li++, ബാക്കി ഒന്നേ ഉള്ളൂ. അപ്പോൾ അതെന്തുപോലെയാണ്? ഹൈഡ്രജൻ ആറ്റം പോലെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ ആറ്റം പോലെ ആയി എന്ന് നമ്മൾ പറയുമ്പോഴും ഇലക്ട്രോണിൻ്റെ കേസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളേ. കാരണം റിയാക്ഷൻസ് എല്ലാം തീരുമാനിക്കുന്ന ആരാണ്? എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ റിയാക്ടിവിറ്റിയെ തീരുമാനിക്കുന്നത് അല്ലേ. ന്യൂക്ലിയസിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇലക്ട്രോണാണ് ഇതെങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. തെർമൽ റിയാക്ഷൻ ആയാലും കണ്ടക്ടിവിറ്റി ആയാലും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, ഈ വക കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ആരാ? ഈ ഇലക്ട്രോണാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ മാത്രമേ നോക്കുന്നുള്ളൂ. ഈ കേസ് തന്നെ നമ്മൾ ഹൈഡ്രജൻ ലൈക്ക് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ മാസ് എത്രയാണ്? ന്യൂക്ലിയസിൽ 2 പ്രോട്ടോണുണ്ട്, മാസ് കൂടുതലാണ്. അതുപോലെ ന്യൂക്ലിയസിൻ്റെ ചാർജും വ്യത്യാസമുണ്ട്. പക്ഷേ ഇലക്ട്രോണിൻ്റെ എണ്ണം മാത്രം സെയിം. അപ്പോൾ അതൊന്ന് ഓർത്തോളണം. അപ്പം നമ്മൾ സിമിലർ ആണ് എന്ന് പറയുമ്പോഴും ആര് മാത്രമാണ്? ഇലക്ട്രോണിൻ്റെ എണ്ണം മാത്രമേ സിമിലർ ആവുന്നുള്ളൂ. അതുകൂടെ ഒന്ന് ഓർത്തോളണം. അപ്പം നമ്മൾ ആരെയൊക്കെയാണ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്ന് വിളിക്കുന്നത്? 1 ഇലക്ട്രോൺ മാത്രമുള്ള അയോണുകളെ. He+, Li2+, സിമിലർ ടു ഹൈഡ്രജൻ എക്സെപ്റ്റ് ഫോർ ഗ്രേറ്റർ ന്യൂക്ലിയർ ചാർജ് ആൻഡ് മാസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആറ്റംസിനെ മാത്രമേ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ? ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി Z അറ്റോമിക് നമ്പറുള്ള ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം Z ആണെങ്കിൽ ഓരോ പ്രോട്ടോണിൻ്റെയും ചാർജ് E ആണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് എന്തായിരിക്കും? Z/E. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എഴുതിയ ഇക്വേഷൻസിലെല്ലാം മാറ്റം വരുത്തണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൻ്റെ കാര്യമാണ്. അതായത് അയോണുകളായിരിക്കും, ആറ്റം അല്ല. Li++, He+, അങ്ങനെയുള്ള അയോണുകളുടെ കാര്യമാണ് എഴുതുന്നത്. അതിൻ്റെ റേഡിയസ് എങ്ങനെയായിരിക്കും? nth ഓർബിറ്റ് റേഡിയസ് Rn = 5.27 × 10⁻11 × n²/z. വ്യത്യാസം വന്നുണ്ടോ? ഡിവൈഡഡ് ബൈ z വന്നു. ഇക്വേഷൻ ആദ്യം നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തില്ലേ, അവിടെ പോയി ചെയ്ത് നോക്കിയാൽ മതി. അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഴുതിയില്ലേ, 1/4πε0 E²/r എന്ന് എഴുതിയെടുത്ത് എന്ത് വരും? ഇപ്പം 1/4πε0 ZE × E/r എന്ന് വരും. അപ്പോൾ എല്ലാ ഇക്വേഷനും ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ചെയ്തു നോക്കുക. എല്ലാം അവിടെ ഇപ്പോൾ ഇക്വേഷൻസിൽ ഓരോ ഇക്വേഷൻസും ചെയ്തു നോക്കുക. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വെലോസിറ്റിക്ക് വരുന്ന വ്യത്യാസം ഇതാണ്. nth ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് c/n × α × z. എവിടെ വന്നു? ന്യൂമറേറ്ററിൽ വന്നു. അപ്പോൾ എല്ലായിടത്തും ഓരോയിടത്തും എവിടെയാണ് വരുന്നതെന്ന് ഓർക്കുക. എനർജി ഓഫ് ഇലക്ട്രോൺ ആകുമ്പോഴത്തേക്ക് കണ്ടോ Z² മുകളിൽ ന്യൂമറേറ്ററിലാണ് വരിക. ഇനി വേവ് നമ്പർ ഓഫ് സ്പെക്ട്രല്ലേ, അതും ന്യൂമറേറ്ററിലാണ് വന്നിരിക്കുന്നത്. അത് Z² ആണ്. അതും ഓർത്തോണം. Z² ആണോ അതോ Z ആയിട്ടാണോ വരുന്നത്? ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് ഓർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത് വരുന്നത് ബോർ തിയറിയുടെ ലിമിറ്റേഷൻ ആയിരുന്നു.
നമ്മൾ ആദ്യം ഒരു ജെ തോംസൺ പ്ലം പുഡിംഗ് മോഡൽ ആദ്യം കൊണ്ടുവന്നു. അപ്പോൾ അത് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അത് മോഡിഫൈ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്തല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ന്യൂക്ലിയസ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു അല്ലേ. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് വഴി ന്യൂക്ലിയസ് ഒരു സംഭവം ഉണ്ട് എന്ന് റുദർഫോർഡ് കണ്ടുപിടിച്ചിട്ടാണ് റുദർഫോർഡ് മോഡൽ അടുത്തത് വരുന്നത്. അതിൽ തന്നെയും ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് ബോർ ആറ്റം മോഡൽ വന്നു. പക്ഷേ ബോർ ആറ്റം മോഡലും എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതും എന്തല്ല, കംപ്ലീറ്റ് അല്ല. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എനർജി കണ്ടുപിടിച്ചപ്പോൾ നെഗറ്റീവ് എനർജി അല്ലേ, എനർജി ലെസ് ദാൻ 0 ആയിരിക്കണം. അപ്പോൾ എനർജി ലെസ് ദാൻ 0 ആകുന്ന 2 തരം ഓർബിറ്റ്സ് പോസിബിളാണ്. സർക്കുലർ ഓർബിറ്റ്സും പോസിബിളാണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റ്സും പോസിബിളാണ്. അപ്പോൾ ഈ സർക്കിൾ എന്ന് പറയുന്നത് എലിപ്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, ഇപ്പോൾ A=B, സെമി മേജർ ആക്സിസും സെമി മൈനർ ആക്സിസും ഈക്വൽ ആവുന്ന കേസാണ് എന്ത്, സർക്കിൾ. അപ്പം എലിപ്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ ബോർ ആറ്റം മോഡലിൽ സ്റ്റേഷനറി ഓർബിറ്റ് സർക്കുലർ ആണെന്നാണ് ബോർ പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടത് സർക്കുലർ ആകണം, എന്തുകൊണ്ടത് എലിപ്റ്റിക്കൽ ആകുന്നില്ല എന്ന് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, ബോറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. ബോത്ത് സർക്കുലർ ആൻഡ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് ആർ പോസിബിൾ. ബൗണ്ട് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ അതിനെ നേരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ അട്രാക്ഷനിൽ നിന്നാണ് ഇലക്ട്രോൺ കറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കറങ്ങുമ്പം ഇറ്റ് ക്യാൻ ബി എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഓൾസോ അല്ലേ. കാരണം വേറൊരു എക്സാമ്പിൾ എങ്ങനെ പറയാം, സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു അല്ലേ. ഭൂമിയെ സൂര്യൻ അതിന് നേരെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ത്രൂ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ അങ്ങനെ അത് ബൗണ്ടഡ് മോഷനാണ്. അപ്പോൾ പക്ഷേ സർക്കുലർ മോഷനിലാണോ എർത്ത് കറങ്ങുന്നത്, അല്ല, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. അപ്പോൾ എലിപ്റ്റിക്കൽ എന്നുള്ളതാണ് ജനറൽ കേസ്. സർക്കുലർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ എന്തുകൊണ്ട് ബോറ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് പറയാതെ സർക്കുലർ എന്ന് പറഞ്ഞു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദ തിയറി ഡസ് നോട്ട് ഗീവ് എനി ക്ലിയർ ആൻസർ ടു വൈ സർക്കുലർ ഓർബിറ്റ്സ് ആർ ടു ബി ചോസൺ. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സീരീസും ആ സീരീസിലെ ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് ഓരോ ലൈനെ തന്നെ ഒന്നും കൂടെ നമ്മൾ റെസൊല്യൂഷൻ കൂട്ടി നോക്കിയാൽ ഓരോ ലൈനും 1-2 ലൈനിൻ്റെ ഒരു ഗ്രൂപ്പാണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഓരോ ലൈനിലും എന്തുണ്ട്, മോർ ദാൻ 1 ലൈൻ, 2 or more ലൈൻസ് ഓരോ ലൈനിലും ഉണ്ട്. ഇതെല്ലാം വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തായിട്ട് തോന്നുന്നത്, ഒറ്റ ലൈനായിട്ട് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ തിയറി വെച്ചിട്ട് ഓരോ ട്രാൻസിഷനകത്തും 1-2-3 ലൈൻസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ബോർ ആറ്റം മോഡൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു ലൈനിൽ തന്നെ കൂടുതൽ ലൈൻസിനെ കാണുക, അതിനെ പറയുന്ന പേരാണ് ഫൈൻ സ്ട്രക്ചർ. For hydrogen, most of the spectral lines are in fact group of 2 or more lines very close to each other. അങ്ങനെ വളരെ അടുത്തായതുകൊണ്ടാണ് നമുക്കത് ഒരൊറ്റ ലൈനായിട്ട് തോന്നുന്നത്. ബോർ തിയറി ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദിസ് ഫാക്റ്റ്. അപ്പോൾ ബോർ തിയറിക്ക് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈനിനകത്ത് പല ലൈൻസ് വരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോർ തിയറി ഡസ് നോട്ട് പ്രെഡിക്റ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈൻസ്. ഈ കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻസ് ചിലത് കൂടുതൽ ഇൻറ്റൻസിറ്റി കൂടി നിൽക്കുന്നു, ചിലത് ഇൻറ്റൻസിറ്റി കുറവാണ്, ചിലത് നടക്കുന്നേ ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഇൻറ്റൻസിറ്റി എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു, വേരിയേഷൻ കാണിക്കുന്നു എന്നും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ബോർ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. തിയറി ഫെയിൽഡ് ഇൻ കേസ് ഓഫ് ആറ്റംസ് ഹാവിങ് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, നമ്മൾ ആദ്യം മുതലേ ഹൈഡ്രജനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നിലേക്കും പോകുന്നില്ല അല്ലേ. പിന്നെ കുറച്ച് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസും പറഞ്ഞു. അതല്ലാതെ ഹെവിയർ ആറ്റത്തിൻ്റെ ഇക്വേഷൻ വല്ലതും നമ്മൾ എഴുതിയോ? ഇല്ല. കാരണം എന്താണ്, ബോർ ആറ്റത്തിന് ഹെവിയർ ആറ്റത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റില്ല. ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിനെ മാത്രമേ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ബോർ ആറ്റം മോഡലിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ തിയറി ഫെയിലാകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോർ തിയറിയിൽ വരുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്ന ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളാണ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.